400 500 റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമില്ല. അനക്കൊരു കരയറ്റം വേണമെങ്കിൽ 1500 റിയാൽ ശമ്പളം എന്തെങ്കിലും വേണം. അതിന് അനക്കിപ്പം എന്ത് പണിയാറിയാ? ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ. എന്ത് പണിയാലും വേണ്ടില്ല, നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല. നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം. നല്ല ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയാൽ മതിയല്ലോ. മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല. എന്തിയാം? അല്ല, ഫ്രീ വിസക്ക് പോയാൽ ജോലി കിട്ടുന്നവർ എന്താ ചെയ്യാ? ആ കാര്യത്തിൽ ബേജാറാകണ്ട. ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ താമസം, ജോലി, ഭക്ഷണം എല്ലാം ഊരി നോക്കും. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് 1.25 കൊടുക്കേണ്ടി വരും. 1.25 ലക്ഷോ? അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക? അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട്. എന്നാ പിന്നെ വേറെ വിസ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്തിയേ? അല്ലെങ്കിൽ വേണ്ട, ഒരു 1.15 തരുമോ? ഇന്റെ കമ്മീഷൻ വേണ്ട, അന്റെ നസീബ് നേടിയട്ടെ. എന്തിയേ? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചെന്ന വിസ ആൺകുട്ടികൾ കൊണ്ടുപോകും. ഇന്റെ കയ്യിലുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം, ഇത് ട്രാവൽസിലുള്ള വിസയാണ്. എന്നാ പിന്നെ അതിൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ KP ട്രാവൽസിന് വാ. മെഡിക്കൽ പെട്ടെന്ന് ചെയ്യാം. ഒരു 10-25 റുപ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, മൈദീനാണ്. അബുദാബിക്കുള്ള വിസ എനിക്ക് വേണം. നമ്മളിത് ആളുണ്ട്. 1 ലക്ഷം ഞാൻ മേടിച്ചരാം. ആ ആ ആ ആയിക്കോട്ടെ. അല്ല, ഞാൻ നാളെ പാർട്ടിനും കൊണ്ട് അങ്ങോട്ട് ട്രാവൽസിക്ക് വരാം. എന്ത് ചെയ്യാം? ഓക്കെ. ആ